ശരിയായിരിക്കട്ടെ. ഞാൻ റോബിൻസൺ മെൽക്കീസ് അച്ഛനാണ്. കപ്പൂച്ചൻ അച്ഛൻ. ഞങ്ങൾ ഗാനയിൽ നിന്ന് സംസാരിക്കുന്നത്. ക്രിസ്മസിൻ്റെ ചെറിയൊരു സന്ദേശം നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പറയുന്നത് പോലെ ക്രിസ്തു 1000 പ്രാവശ്യം പുൽക്കൂട്ടിൽ ജനിച്ചാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരർത്ഥം ഉണ്ടാവുകയില്ല. നമ്മൾ പല പല പുൽക്കൂടുകൾ നമ്മളുടെ ഭവനങ്ങളിലും നമ്മുടെ പള്ളികളിലും ഒക്കെ നമ്മൾ നിർമ്മിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. അതിൽ ക്രിസ്തുവിനെ നമ്മൾ ഭയങ്കരമായിട്ട് അലങ്കരിക്കും. ഒപ്പം തന്നെ നമ്മുടെ വീടുകൾ അലങ്കരിക്കും. ക്രിസ്തുവിനെ വരവേൽക്കുവാനായിട്ട് ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങൾ ഒത്തിരിയേറെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഡ്രസ്സിൻ്റെ തലത്തിലായിരുന്നാലും ഭക്ഷണത്തിൻ്റെ തലത്തിലായിരുന്നാലും ഒക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ ഇല്ല എങ്കിൽ, നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിനുള്ളിലേക്ക് പ്രവേശിക്കുവാനോ രൂപം കൊള്ളുവാനോ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ക്രിസ്തു പല പ്രാവശ്യം നമ്മൾ പലയിടത്തും നമ്മളെ അവതരിപ്പിക്കുമെങ്കിലും തന്നെയും നമ്മുടെ ഉള്ളിൽ നമുക്ക് ജനിക്കണം, ആ ക്രിസ്തുവിനെ ഉൾക്കൊള്ളണം, ക്രിസ്തു നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്മസ് കൊണ്ട് നമുക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. കാരണം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് ദാനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദാനമായിട്ടാണ്. അത് നമുക്ക് ദാനമായിട്ട് നൽകുന്നതിന് വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താണ്, ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയും അത് സമൃദ്ധമായിട്ട് നൽകുന്നതിന് വേണ്ടിയുമാണ്. നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. നമുക്ക് ദാനമായിട്ടാണ് ഈശോ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ദാനമായി തന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ആ ദാനത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്മസ് കൊണ്ട് അർത്ഥമാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ വിദേശത്തേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി, എന്താണ്, ഒരുപക്ഷെ അവർക്ക് ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻസിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്കറിയില്ല. അവർ വിചാരിക്കുന്നത് ക്രിസ്മസ് പാപ്പ വരുന്നതാണ് ക്രിസ്മസ്. എന്തുകൊണ്ടാണ് ക്രിസ്മസ് പാപ്പ വരുന്നത്? ക്രിസ്മസ് പാപ്പ വരുന്നത് സമ്മാനം കൊടുക്കാനായിട്ടാണ്, സമ്മാനം സ്വീകരിക്കുന്ന ദിവസങ്ങളായിട്ടാണ്. അത് ശരി, ഒരു തരത്തിൽ അത് സത്യമാണ്. സമ്മാനം ഈശോയാകുന്ന സമ്മാനത്തെ അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ബാഹ്യമായിട്ടുള്ള സമ്മാനം അവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് സന്തോഷമാകുന്നു, അവർ അത് സ്വീകരിക്കുന്നു. പക്ഷേ ബാഹ്യമായിട്ടുള്ളതിനേക്കാളും അധികമായിട്ട് ആന്തരികമായിട്ട് ഉള്ള ഒരു ക്രിസ്തുവിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ആ ക്രിസ്മസ് കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, നമുക്ക് ദാനമായിട്ട് കിട്ടിയ ക്രിസ്തുവിനെ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക. അതായത് നമ്മൾ വീടുകളിൽ ക്രിസ്മസിൻ്റെ അവസരങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കും. പലതരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഫുഡ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇപ്പം തന്നെ വളരെ മനോഹരമായുള്ള ഡ്രസ്സുകളൊക്കെ നമ്മളിലും. പക്ഷേ ഈ ഭക്ഷണ പദാർത്ഥങ്ങളില്ലാത്ത, ഒരു നേരത്തെ ആഹാരം പോലെ ഇല്ലാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലായെങ്കിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. ഞങ്ങളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എല്ലാവരും പള്ളിയിൽ വരും. പക്ഷേ അത് കഴിഞ്ഞ ശേഷം അവരുടെ വീടുകളിൽ പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്കുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവർക്ക് ഇവിടെയുള്ളവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, പക്ഷേ ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങൾ അവർക്കില്ല. പക്ഷേ വിദേശത്തോ അല്ലെങ്കിൽ പൈസ ഉള്ളവർക്കോ ആണെങ്കിൽ തന്നെ അവർക്ക് ക്രിസ്തുവില്ല, പക്ഷേ ബാഹ്യമായിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെ തന്നെ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുക, ഇല്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. നമുക്ക് ആവശ്യത്തിലേറെ സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് ദാനമായിട്ട് കിട്ടിയാണ്. ആ ദാനമായിട്ട് കിട്ടിയതിന് കുറച്ച് പേർക്കെങ്കിലും അത് ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ഒപ്പം തന്നെ മാതാപിതാക്കളായിരുന്നാലും നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട്, മറ്റുള്ളവരെ പരിപൂർണമായിട്ട് സ്വീകരിക്കുവാനായിട്ട്, ഒരുപക്ഷെ നമുക്ക് വചനപ്രഘോഷത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് കഴിയുന്ന സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സമ്മാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം എനിക്ക് ഒത്തിരിയേറെ സങ്കടം തോന്നുന്ന സംഭവങ്ങളാണ്. ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ ഇവിടെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ ആ ദിവസങ്ങളിൽ ആഘോഷത്തിൻ്റെ ദിവസമാണ്, പക്ഷേ പള്ളി കഴിഞ്ഞിട്ട് കുട്ടികൾ ചില സമയങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കറങ്ങി നടക്കുന്നതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, എന്താണ്, സമ്മാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ കുറേ പേരൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. അന്നേ ദിവസം കുട്ടികൾക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കും. ആ രീതിയിൽ ക്രിസ്തുവിനെയും ഒപ്പം തന്നെ അവരുടെ ശരീരത്തിൻ്റെ ആഗ്രഹത്തെയും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ദാഹത്തെയും ബിഷപ്പിനെ ആക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസം പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ ഒരു ചിന്ത കൂടെ നമ്മുടെ മനസ്സിലേക്ക് വച്ചിരിക്കുക. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് അനുകമ്പയുടെ ഒരു കാര്യമാണ്. നമ്മൾ അനുകമ്പ ഉള്ളവരായിരിക്കുക. കാരണം അനുകമ്പ ഉണ്ടാകണം നമുക്ക് മറ്റുള്ളവൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ പരിപൂർണമായിട്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് അനുകമ്പ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസം ക്രിസ്തു നമുക്ക് നൽകുന്ന ആ സന്തോഷം മറ്റുള്ളവരോട് കാണിച്ച്, കാരുണ്യം കാണിച്ച്, മറ്റുള്ളവരെ പരിപൂർണമായി സ്വീകരിച്ച് നമ്മുടെ സാന്നിധ്യം കൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചില വ്യക്തികളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇടപെടുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്: ദൈവത്തെയാണ് ഞാൻ ഈ മനുഷ്യനിൽ കണ്ടത്, ദൈവത്തെയാണ് ഞാൻ ഈ മനുഷ്യനിൽ കണ്ടതെന്ന് അവർക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്, ക്രിസ്തുവിനെ എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്, ആ സമയത്താണ് ക്രിസ്മസ് ആഘോഷം കൊണ്ട് അർത്ഥമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ രണ്ട് ചിന്തകളും ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ടുള്ളൊരു ചിന്ത, രണ്ടാമതായിട്ടും നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു ചിന്ത, മൂന്നാമത് മറ്റുള്ളവർക്ക് ഒരു അനുകമ്പ മറ്റുള്ളവർക്ക് കാണിക്കാനുള്ളൊരു ചിന്ത. ഈ ചിന്തകൾ നമുക്ക് പരിപൂർണമായിട്ട് ഈ കാലയളവിൽ, പ്രത്യേകിച്ച് ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മൾ 2025 പ്രവേശിക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും